ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം പുറത്തു വന്നപ്പോൾ LDF ഒന്ന് ഊറിച്ചിരിച്ചു. കാരണം വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. വെറുതെ കുറയുകയല്ല, ഭീതിതമായ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. അവസാന കണക്കിൽ കാണുന്നത് കേവലം ചില മണ്ഡലങ്ങളിലൊക്കെ 66% വരെ കുറഞ്ഞിരിക്കുന്നു. ശരാശരി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 5% വരെ കുറഞ്ഞ് 72% അടുത്ത് നിൽക്കുകയാണ്. പരമ്പരാഗതമായ കണക്ക് കൂട്ടലുകളിൽ LDFന് നന്നായി അറിയാം, എപ്പോഴെല്ലാം സംവിധായകർ ഒരു നിസ്സംഗത പാലിച്ചുകൊണ്ട് അധികം സംവിധായകർ പോളിംഗ് ബൂത്തിൽ പോകാതെ ഇരുന്ന് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടോ അന്നെല്ലാം നേട്ടം കൊയ്തത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്, ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കേഡർ സ്വഭാവമാണ്. കേഡർ സ്വഭാവമുള്ള ഇടതുപക്ഷം വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് ഒരു അമാന്തവും കാണിക്കാറില്ല. അത് ഒരു പക്ഷേ ഇപ്രാവശ്യവും അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോൾ ചെയ്യപ്പെടാതെ പോയത് ആരുടെ വോട്ടാണ്? സ്വാഭാവികമായും കൂടുതലും UDFന്റെ വോട്ടുകളും ചിലതെങ്കിലും BJPക്ക് അനുകൂലമായി മോദി പ്രഭാവത്തിൽ വരേണ്ട വോട്ടുകളുമായിരിക്കണം. അതിൽ നിന്നുകൊണ്ടാണ് സ്ഥിതിവിവരക്കണക്കുകളുടെ അവലോകനത്തിന്റെ ഒരു തിരക്കിലാണ് പാർട്ടി. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം കൂടി പല പല ലോക്കൽ കമ്മിറ്റികളുടെ കണക്കെടുപ്പ് നടന്നു. ഇനി പാർട്ടി അന്തിമമായ കണക്കുകൾ കൊണ്ടുവരാനിരിക്കുന്നതേ ഉള്ളൂ പ്രൊജക്ഷൻസിനെ കുറിച്ച്. ഇവിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഭൂരിപക്ഷം സീറ്റുകളും, ഒരുപക്ഷെ 8 മുതൽ 11 സീറ്റുകൾ വരെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് കംഫർട്ടബിളായി ജയിക്കാം എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ ഉയരുന്നത്. പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ വരെ EP ജയരാജന്റെ ബോംബ് പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള പ്രസ്താവന നൽകിയ ഒരു ഷോക്ക് ഉൾപ്പെടെ പാർട്ടി വളരെയധികം അങ്കലാപ്പിലായിരുന്നു. ഭരണവിരുദ്ധ വികാരം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക, പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഭാവി എന്തായിരിക്കും? അപ്പോൾ നെഗറ്റീവ് ന്യൂസുകൾ, പാർട്ടിക്ക് ദോഷകരമാകാവുന്ന, ഇടതുമുന്നണിക്ക് ദോഷകരമാകാവുന്ന വാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ സംഭവിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും അതിനു മുൻപും. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കണക്കുകൾ വരുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു കണക്കുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ LDFന് കിട്ടിയത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് 20ൽ 18 സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത്. ആ 18 സീറ്റുകളുടെ കൂടെ ബലത്തിലാണ് CPMന് സർവകാല റെക്കോർഡാണ്, 53 സീറ്റോ മറ്റുമാണ് ലോക്സഭയിൽ അന്ന് ലഭിച്ചത്. അത് സർവകാല റെക്കോർഡാണ്. അതിന്റെ കൂടെ പിൻബലത്തിലാണ് കോൺഗ്രസ് നേതാവ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായത്. മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ വളരെ വലിയൊരു സ്വാധീന ശക്തിയായിരുന്നു ഇടതുപക്ഷം. അത് വിസ്മരിക്കാനാവില്ല. അത് മാത്രമല്ല, നയരൂപീകരണത്തിൽ, മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിൽ വളരെ വലിയ ഒരു പ്രേരക ശക്തിയായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ആവിഷ്കാരത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം പ്രകടവുമാണ്. അങ്ങനെയെങ്കിൽ ഇപ്രാവശ്യം 2004 ആവർത്തിക്കുമോ? സമാനമായ കണക്കുകളാണ് വരുന്നത്. 2004 കേവലം 71% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഒരു ശതമാനം കൂടെ കൂടി 72%. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയാനാവില്ലെങ്കിലും കേരളത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു 3 തെരഞ്ഞെടുപ്പ് എടുത്താൽ അതിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെയെങ്കിൽ LDF പ്രതീക്ഷ വെച്ചു പുലർത്തിയ മണ്ഡലങ്ങളിൽ തീർച്ചയായും വിജയിക്കാനാവും. LDF പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പൊതുവെ മലബാർ മേഖലയിലാണ്. പാർട്ടി വോട്ടുകൾ ഏറെയുള്ള മേഖലയാണ്. അത് മാത്രമല്ല, മലബാറിന്റെ ഒരു മനസ്സെന്ന് പറയുന്നത് വടക്കൻ കേരളമാണ്. ഒരു മനസ്സെന്ന് പറയുന്നത് രാഷ്ട്രീയ വോട്ടുകൾ വളരെ നിർണായകമാണ്. കട്ട രാഷ്ട്രീയമാണ് അവിടെ. കോൺഗ്രസ് പാർട്ടിക്കാർ കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്യൂ, CPMന് മാത്രമേ, അല്ലെങ്കിൽ ആ മുന്നണി അനുസരിച്ച് വോട്ട് ചെയ്യൂ. തെക്കൻ കേരളത്തിൽ കുറെയൊക്കെ മാറിയും മറിഞ്ഞും ഒക്കെ വരാം. ഇപ്പൊ ക്രോസ് വോട്ടുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ പാർട്ടിയുടെ വോട്ടുകൾ അതുപോലെ പോൾ ചെയ്യുകയും പാർട്ടി പിന്തുണക്കാരുടെ വോട്ട് പാർട്ടി അംഗങ്ങൾ ശ്രമിച്ച് കൊണ്ടുവന്ന് പോൾ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കുറഞ്ഞത് 5 മണ്ഡലങ്ങളിലെങ്കിലും ഉറപ്പായി ജയിക്കും എന്ന് LDF കരുതുന്നു. അതിലൊന്ന് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 11,000 വോട്ടിനോ മറ്റുമാണ് VK ശ്രീകണ്ഠൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നത്. അത് മറികടക്കാനാവും, ഇപ്രാവശ്യം ഈസിയായി മറികടക്കാനാവും എന്ന പ്രതീക്ഷയുണ്ട്. അതാണ് ഒരു സീറ്റ്. രണ്ടാമത്തെ സീറ്റ് തൊട്ടടുത്തുള്ള സീറ്റാണ്. ആ സീറ്റിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, ഒരു വനിതാ സ്ഥാനാർത്ഥി, സംവരണ സീറ്റാണ്. അവിടെ
ഈ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗത്തെ നിർത്തി മത്സരിക്കുന്നത് ചുമ്മാതല്ലത്, വളരെ ഗൗരവത്തോട് തന്നെയാണ്. ആലത്തൂർ സീറ്റ് രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താനായി സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ മത്സരിക്കുമ്പോൾ പാർട്ടി അതിന് നൽകുന്ന ഒരു പ്രീമിയം ഉണ്ട്. അത് ജയിച്ചു വരാമെന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ പാർട്ടി കാട്ടുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഹരിദാസ് ജയിച്ച 68,000-ൽ പരം 1,68,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുന്നത് എങ്ങനെയെന്ന ചിന്തയുണ്ട്. അത് മാത്രമല്ല, പരമ്പരാഗതമായി LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ് കണ്ണൂർ കാസർഗോഡ് മേഖലകൾ. വടകര, കണ്ണൂർ, കാസർഗോഡ് ഈ 3 വടക്കൻ സീറ്റുകൾ അത് പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടില്ല എങ്കിൽ അത് TP ചന്ദ്രശേഖരന്റെ വധവുമായൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പാർട്ടി വോട്ടുകൾ പല സമയങ്ങളായി ചോർന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ചോർന്നിട്ടില്ല എങ്കിൽ വടകരയിൽ KK ശൈലജയുടെയും കണ്ണൂരിൽ MV ജയരാജന്റെയും കാസർഗോഡ് LDF സ്ഥാനാർത്ഥിയുടെയും ഒക്കെ വിജയം സ്വാഭാവികമായി LDFന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്, MV ഗോവിന്ദന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. തെക്കോട്ട് വരുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ അതിശക്തമായ പോരാട്ടം, ത്രികോണ മത്സരം നടക്കുകയാണെങ്കിലും അവിടെ CPIയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ജയിച്ചു വരാനുള്ള സാഹചര്യം കാണുന്നു. കാരണം കൃത്യമായ വോട്ടുകൾ, LDF വോട്ടുകൾ പെട്ടിയിൽ വീണു. അത് മറ്റാർക്കുമായി കച്ചവടം ചെയ്യപ്പെട്ടിട്ടില്ല, മറിഞ്ഞു പോയിട്ടില്ല എന്ന ആത്മവിശ്വാസമാണ് തൃശ്ശൂർ മേഖലയിൽ പ്രകടിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ സുനിൽകുമാർ തീർച്ചയായും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ BJP കണ്ട സുരേഷ് ഗോപിയെയും വലിയ പ്രതീക്ഷയോടെ കടത്തനാടൻ മണ്ണിൽ നിന്നും തൃശ്ശൂരേക്ക് കൊണ്ടുവന്ന് നിർത്തിയ K മുരളീധരനെ പരാജയപ്പെടുത്താൻ VS സുനിൽകുമാറിന് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ ഉയരുന്നത്. അതുപോലെ CPI മത്സരിക്കുന്ന മറ്റൊരു സീറ്റാണ് മാവേലിക്കര മണ്ഡലം. അവിടെ KS അരുൺകുമാർ എന്ന സാമാന്യം ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ഒരു ആന്റി ഇൻകംബൻസി ഏറെക്കാലമായി 3 പ്രാവശ്യം 15 വർഷം പ്രതിദാനം ചെയ്തതുകൊണ്ട് ഒരു മാറ്റം വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു എന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നു. വിജയിക്കുന്ന സീറ്റുകളുടെ കൂട്ടത്തിലാണ് മാവേലിക്കര സീറ്റും LDF കൺവീനർ LDF വേണ്ടി പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ പെടുത്തിയിരിക്കുന്നത്. ഉറപ്പായും ജയിക്കുമെന്ന് തെക്കൻ കേരളത്തിൽ പറയുന്ന സീറ്റ് ഇതൊന്നുമല്ല, ആറ്റിങ്ങൽ സീറ്റാണ്. അവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയിയെ മത്സരരംഗത്തിറക്കി ശക്തനായ അടൂർ പ്രകാശ് എന്ന സിറ്റിംഗ് MP നേരിടുന്നു. അവിടെ തിരുവനന്തപുരം ജില്ലയിലെ ആകെ സംഘടനാ സംവിധാനം, LDFന്റെ സംവിധാനം പൂർണ്ണമായും ആറ്റിങ്ങലിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ പോലും CPMന്റെ അണികൾ തൊട്ടയൽ മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് ഒഴുകുന്നതും അതിഗംഭീരമായ പ്രചരണ കൊഴുപ്പാണ് ആറ്റിങ്ങൽ കണ്ടത്. അതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ മുന്നണിയും CPMന്റെ ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും. അങ്ങനെയെങ്കിൽ അവസാന കണക്കെത്ര? കണക്കുകളാണ് ഇത്, ഊഹക്കണക്കുകളാണ്. പാർട്ടിയുടെ ഭാഗത്ത് മുൻകാലങ്ങളിൽ ആഴത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും വളരെ ശാസ്ത്രീയമായി വോട്ടുകളെ കണക്കാക്കുന്ന രീതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ്. 2019 തെരഞ്ഞെടുപ്പിലും പാർട്ടി ഇതുപോലെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അവസാനം വോട്ടെണ്ണിയപ്പോൾ കേവലം ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുന്നു, ആരിഫ് എന്ന ഒരൊറ്റ MP, അത് ആലപ്പുഴയിൽ. അപ്പൊ കനൽ ഒരു തരി മതി എന്നൊക്കെ ഭംഗ്യാന്തരേണ പറഞ്ഞു വയ്ക്കാമെങ്കിലും ഒരു തരിയൊന്നും പോരാ, 10 തരിയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ LDF. അതുകൊണ്ട് അവസാന ചിത്രം LDFന്റെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് LDFന്റെ ഒരു പ്രൊജക്ഷനെ കുറിച്ച് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു അവലോകനത്തിന്റെ യാഥാർത്ഥ്യ ബോധം ഉള്ള കാര്യമാണോ എന്ന അവലോകനം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. യാഥാർത്ഥ്യ അധിഷ്ഠിതമായി പറയുമ്പോൾ മുൻകാലങ്ങളിലെ ട്രെൻഡുകൾ ആവർത്തിക്കുകയാണെങ്കിൽ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. പക്ഷേ MV ഗോവിന്ദൻ പറയുന്ന 8 സീറ്റും 10 സീറ്റും 12 സീറ്റും ഒന്നും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയില്ല. ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ആറ്റിങ്ങൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, പാലക്കാട് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, കണ്ണൂർ സീറ്റ് പോലും ഒരുപക്ഷെ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പോളിംഗിന് തലേന്ന് വരെയുള്ള LDFന്റെ ആത്മവിശ്വാസത്തെക്കാൾ കൂടുതലാണ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ. കൃത്യമായ എണ്ണം പ്രവചിക്കാൻ ആർക്കും കഴിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.